നിയന്ത്രണം വിട്ടിട്ടോടുന്ന കുതിരയുടെ മൂക്കുകയർ കടിഞ്ഞാണ് പിടിച്ചിട്ട് നിയന്ത്രിക്കുന്ന പോലെ നമ്മളെ മക്കളെ നിയന്ത്രിക്കാൻ നമ്മൾ ഉണ്ടാവണം. അപ്പോഴാണ് രക്ഷിതാവുക. അല്ലാതെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ ഹാജി പേര് ഒപ്പ് പ്രോഗ്രസ് കാർഡിൽ ആയോ രക്ഷിതാവ്? ഇല്ല. രക്ഷിതാവിന്റെ ഡെഫിനിഷൻ അൻഫുസകും വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് രക്ഷിക്കണം. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ധാർമ്മികമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഒരു നാട് നന്നാവുന്നത്. ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് ആരാണ്? മദ്യം മോന്തുന്നത് ആരാണ്? വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പിന്റെ അന്ന് കുടിച്ചു തീർത്തത് എവിടെയാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുകയാണ്. നമ്മുടെ വീട്ടിൽ ഉപ്പയും ഉമ്മയും നിയന്ത്രിക്കുന്ന മക്കൾ ഇല്ലാതെ പോകുന്നു. രണ്ട് അപകടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ വീട് തന്നെ വൃദ്ധസദനങ്ങളാവുന്നു. 4 മക്കളുള്ള ഉപ്പ ഉമ്മ, 4 മക്കളും ഗൾഫിൽ പോയി, ഭാര്യമാരും പോയി, ഉപ്പിയുമ്മയും വീട്ടിൽ വൃദ്ധസദനം. പണ്ട് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ഉപ്പാനും ഉമ്മാനും കൊണ്ടാക്കലാണ്. ഇന്നിപ്പോ പുറക്കന്നെ വയസ്സായ ഉപ്പി ഉമ്മിയും മാത്രമായിട്ട് വൃദ്ധസദനായി മാറി. രണ്ടാമത്തെ ഒരു പ്രശ്നം, നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ റൂമുകളിൽ വൃത്തികേടുകൾ, ഹറാമുകൾ, ഇന്റർനെറ്റും വൈഫൈ സൗകര്യം സംവിധാനിച്ച് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഈ അടിസ്ഥാനപരമായ പ്രശ്നത്തെ നമ്മൾ തിരിച്ചറിയണം. സ്വർഗം എന്ന് പറയുന്നത് വെറുതെ അങ്ങനെ സിമ്പിളായി കിട്ടാനുള്ളതല്ല. ലിബറൽ ആലോചനക്കാരും ജനറൽ ന്യൂട്രാലിറ്റിക്കാരും അല്ലെങ്കിൽ മതനീരാസമുള്ളവരും ക്യാമ്പസിൽ അടിച്ചു പൊളിക്കാമെന്ന് ചിന്തിക്കുന്നവരും ഏതെങ്കിലും ഒരു കുട്ടിനെ നന്നാക്കിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരെന്താ ഇപ്പൊ ലാസ്റ്റ് പറയണത്? അടിച്ചു പൊളിക്കാം, എന്നിട്ട് അതിന് ശേഷം എന്താക്കേണ്ടത്? ഇടിച്ച് തകർക്കാം, എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് വാട്ട് വി ക്യാൻ ഡു, നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു കുട്ടിയെ ഇവർക്ക് നന്നാക്കാൻ കഴിയുന്നുണ്ടോ? ബ്രിട്ടനിലെ സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ആലിംഗനം ചെയ്യുന്നതും ഹസ്തദാനം ചെയ്യുന്നതും നിരോധിക്കുന്നു. ഓസ്ട്രേലിയയിലെ ചില ഏരിയകളിൽ മദ്യം നിരോധിക്കുന്നു. എന്തേ? 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു വരികയാണല്ലോ ഇവരൊക്കെ. എന്താ കാരണം? KSRTCയിൽ ലേഡി കണ്ടക്ടർ ആണെങ്കിൽ അവിടെ പുരുഷന്മാർ ഇരിക്കരുത്. അയ്യേ, 6-ാം നൂറ്റാണ്ടാണല്ലോ. എല്ലാം തിരിച്ചു വരും, റസൂലുള്ളാഹിന്റെ ദീനിലേക്ക് തിരിച്ചു വരും, ഉറപ്പാ. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ അഭിമാനമായി പുൽകണം. ഇസ്ലാം മതത്തിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണെന്നറിയോ? ഇസ്ലാമിൽ ജീവിക്കുന്നവർക്ക്, ഇസ്ലാമിന്റെ അകത്തളത്തിലുള്ളവർക്ക് വല്ലാത്ത അഭിമാനമായിരിക്കും. ഹോ, എന്തൊരു മദറബേ! വുളു എടുക്കാനുള്ള വെള്ളം, ആ വുളു എടുക്കാൻ ആ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ദാഹിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നത്, അയാൾക്ക് വെള്ളം കൊടുക്കുന്നു, മണ്ണ് കൊണ്ട് നമ്മൾ തയമ്മം ചെയ്യുന്നു. ഇസ്ലാമിന്റെ പാരസ്പര്യ ബോധം. ദാഹിച്ചവശരായിട്ടൊരു ജീവി അവിടെ ഇരിക്കുമ്പോൾ അതിന് വെള്ളം കൊടുക്കുന്നു. ഇസ്ലാമിന്റെ സഹജീവി സ്നേഹം. പുഞ്ചിരിക്കുന്ന നിനക്ക് സ്വതക്കന്റെ കൂലിയുണ്ട്. കാരണം പുഞ്ചിരിക്കുമ്പോൾ കാണുന്നവർക്ക് സന്തോഷമുണ്ടാകും. ഇസ്ലാമിന്റെ സാഹോദര്യം. നീ പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം പൂശൽ സുന്നത്താണ്. കാരണം മറ്റുള്ളവരുടെ മൂക്കിന് അതൊരു സന്തോഷമാണ്. ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യ ബോധം. എടാ മോനെ, നല്ല വാക്ക് പറയലും സ്വതക്കയാണ്. അൽ കലിമത്തു ത്വയ്യിബത്തു സ്വതക്കത്തുൻ. അത് കേൾക്കുന്നവർക്ക് സന്തോഷം. മറ്റുള്ളവന്റെ കണ്ണിൽ പുഞ്ചിരി, മറ്റുള്ളവന്റെ മൂക്കിൽ സുഗന്ധം, മറ്റുള്ളവന്റെ ചെവിയിൽ നല്ല വാക്ക്. അങ്ങനെ എല്ലാവരുടെയും അവയവങ്ങളെ നീ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു യഥാർത്ഥ മുസ്ലിം ആവുന്നു. ഇനി ഇസ്ലാമിന്റെ പുറത്തുള്ള ആളാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നെങ്കിലോ, എങ്ങനെയെങ്കിലും ഈ മതത്തിനൊന്ന് പുൽകിയാലോ എന്നവർ ചിന്തിക്കും. ഈ അടിച്ചുപൊളിയും തിമിർത്താട്ടങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തീരൂലേ? ലിയോപോൾഡ് വെയ്സ് ചിന്തിക്കുകയാണ്,
ഈ ലോകത്തെ സുഖങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ തീരുന്നുണ്ട്. ഓൾ ഹ്യൂമൻസ് ആർ സബ്ജക്റ്റഡ് ടു ഡിക്കേ കുല്ലുമൻ അലൈഹ ഫാൻ. പഴയ കാലത്ത് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിട്ടുണ്ടായിരുന്നത് ഉച്ചഭക്ഷണം കപ്പയാണ്, ടാപ്പിയോക്ക്. അത് കഴിച്ച് 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 ഒരു ഘട്ടം എത്തിയപ്പോൾ, കഞ്ഞി വന്നപ്പോൾ പിന്നെ ആർക്കും കപ്പ വേണ്ട. സാമ്പത്തികമായി അല്പം മെച്ചപ്പെട്ട് ചോറ് തന്നെ വന്നപ്പോൾ സാദാ ചോറ്, വെറും ചോറ്, അത് കഴിക്കുമ്പോൾ പിന്നെ കഞ്ഞി വേണ്ട. നമ്മളൊക്കെ ഡയലോഗ് ഇളക്കും, എന്ത് വെറും ചോറ് ഒരിക്കലും മടുക്കൂലല്ലേ. ഓ, നാളെ ഉച്ചക്ക് നിങ്ങൾക്ക് നല്ല കോഴി മന്തിയും വെറും ചോറും വെച്ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? ലിയോപോൾഡ് വൈസ് പറയാ, എല്ലാ സുഖങ്ങളും ഇവിടെ മടുക്കുന്നുണ്ടല്ലോ, മടുക്കാത്ത സുഖം എവിടെ കിട്ടും? ഞാനിങ്ങനെ ആലോചിച്ചു. അയാൾ പറയാ, അങ്ങനെ ഖുർആനിന്റെ മനോഹരമായ തീരങ്ങളിലേക്ക് ഞാൻ എത്തി. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അൽഹാഖുമുത്തകാസുർ, അടിച്ചുപൊളിയും തിമിർത്താട്ടങ്ങളും കൂത്താട്ടമൊക്കെ തീരുമോനെ. എവിടെ വരെ ഉണ്ടാവുള്ളൂ? കൂടിപ്പോയാൽ ഹത്താ സുർത്തുമുൽ മഖാബിർ, നീ മരിക്കണവരെ ഉണ്ടാവുള്ളൂ. ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്പർ ബിസി ഉണ്ടാവില്ല, കഫം പുടയിൽ കീശയില്ലാത്തതുകൊണ്ട് ഫോൺ എടുക്കാൻ കഴിയില്ല, ഒന്നും നടക്കൂല. അതുകൊണ്ട് അവിടെ നിശ്ചലമായി. അപ്പൊ ഇസ്ലാം പറയണ ഒരു സുഖം പിന്നെ എവിടെയാ? എറ്റേണൽ പാരഡൈസ് വലാ ഖതറ അലാ ഖൽബി ബശർ. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഇമാജിനേഷൻ ആയ സ്വർഗം അദ്ദേഹം പഠിക്കാൻ നോക്കി. ആ സ്വർഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ വലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമീഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത സുഖം. എറ്റേണൽ പാരഡൈസ്, ശാശ്വതമായ സുഖം. ആ സ്വർഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അയാൾ ഇസ്ലാമിലേക്ക് വരുന്നു. അങ്ങനെയാണ് മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിക്കണം. ദ റോഡ് ടു മക്കയും ഇസ്ലാം അറ്റ് ക്രോസ് റോഡ് എന്നീ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത് പിന്നീടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, ഒറിജിനൽ മുസ്ലിം ആവണം. പകുതി മുസ്ലിം ആവുന്ന സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെ? അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഏത് ഹിജാബ് ഇട്ടിട്ട് നടക്കല്, അത് ഏതൊക്കെ ഒരു സക്കാഫിന്റെ ഭാര്യക്കൊക്കെ പറഞ്ഞാണല്ലോ അല്ലെ? അല്ല മോളെ, എല്ലാ മുസ്ലിമത്തായ പെണ്ണിനും പറഞ്ഞ നിയമമാണത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ തലേ രാത്രി വസിയത്ത് ചെയ്ത് എന്താണെന്നറിയോ? എന്നെ നാളെ മറമാടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി, രാത്രി ഖബറടക്കണം. എന്തേ? രാത്രി ഖബറടക്കുമ്പോൾ എന്നെ ആരും കാണൂലല്ലോ. നമ്മൾ ഒറിജിനൽ മുസ്ലിമായി ജീവിക്കണം. ഏത് കാലത്തും മുസ്ലിമിന് ഒരു സ്ഥലത്ത് ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് മതം ഉള്ള രാജ്യമായാലും ശരി, മതമില്ലാത്ത രാജ്യമായാലും ശരി, മതേതര രാജ്യമായാലും ശരി, മുസ്ലിമിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു തീവ്രവാദി വന്നിട്ട് ഒരു മുസ്ലിമിൻ്റെ കഴുത്തിന് ഗണ്ണ് വെച്ച് പറഞ്ഞ്, നീ ഇപ്പം നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന് റമദാൻ്റെ നട്ടുച്ചക്ക് പറഞ്ഞു. പിടിച്ച് വെള്ളം കുടിപ്പിച്ചു. മുസ്ലിമിൻ്റെ നോമ്പ് മുറിയുമോ? ഇല്ല. മുറിയോ? ഇല്ല. നീ കല്യാണം കഴിച്ച പെണ്ണ് നമ്മുടെ ചെങ്ക് കോളേജിൽ നിന്ന് ലവ് ആക്കിയ പെണ്ണാ, അതുകൊണ്ട് ഇപ്പം ത്വലാക്കില്ലെങ്കിൽ നിന്റെ ജീവൻ ഇപ്പം എടുക്കുന്നിട്ട് പിടിച്ച് ത്വലാക്ക് കല്ലിപ്പിച്ചു. ത്വലാക്കാവോ? ഇല്ല. എന്തെങ്കിലും മുദ്രാവാക്യം വിളിപ്പിച്ചു, എന്തെങ്കിലും സംഭവിക്കുമോ? തൗഹീദ് എന്ന് പോവോ? ഇല്ല. മുസ്ലിം കുടുങ്ങുന്ന ഒരു ഘട്ടവും ഈ ദുനിയാവിലുണ്ടാവില്ല. ചില പൊളിറ്റിക്കൽ പാർട്ടികൾ പറയും, ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മതരാജ്യം ആവശ്യമാണ്. ആ വാദം തെറ്റാണ്. കാരണം ഓരോ സാഹചര്യത്തിനനുസരിച്ചും ജീവിക്കാൻ ഇസ്ലാമിൻ്റെ ഫിഖഹിൻ്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. പഴയ കാലത്ത് വളരെ സ്ട്രിക്ട്നെസ്സോടുകൂടി നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ സൊഫ് മടമ്പും ചുമരൊക്കെ ഒപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ട്. അതേസമയത്ത് കൊറോണ കാലത്ത് എന്താ പറഞ്ഞത്? അടുത്ത് നിൽക്കലടോ, മാറടോ. ഉണ്ടാ? കാലാനുസൃതമായി മതത്തെ പുൽകാൻ ഇസ്ലാമിന് കഴിയും.
അതെവിടെ നമുക്ക് മതം കിട്ടി, നിയമം കിട്ടി? മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാം സഫിൻ്റെ ഒരു ഭാഗത്തേക്ക് ശക്തമായി വെയിലടിക്കുന്നു. അവിടെ ആ സ്പേസിൽ നിന്നാൽ വളരെ ശക്തമായ വെയിൽ അസഹനീയമായതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റൂല. അപ്പോൾ രണ്ടാം സഫ് ആരംഭിച്ചാൽ ആ സഫ് പൂർത്തിയാക്കാതിരിക്കുക എന്ന പ്രശ്നം ജമാഅത്തിൻ്റെ ഫളീലത്തിനെ ബാധിക്കുമോ? ഇല്ല, ബാധിക്കൂല. അതുകൊണ്ട് തന്നെ കൊറോണ കാലത്ത് സഫ് ഒപ്പിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇസ്ലാം എന്നും സമ്പൂർണ്ണമാണ്. ഏതെങ്കിലും ഒരു ഇബാദത്ത് ഒരു രാജ്യത്ത് മുടക്കി എന്നതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുക? ആ ഇബാദത്ത് അയാൾക്ക് നിർബന്ധമില്ല, അത്ര തന്നെ. ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ടും പല ഡ്രൈവർമാരും മത്സ്യത്തിന്റെ വണ്ടി എടുക്കുന്നവരൊക്കെ നിസ്കാരത്തിന്റെ ജംഉം കസറും ഇതിന്റെ സർവ്വ ആനുകൂല്യം ഉണ്ടായിട്ടും നിസ്കരിക്കാത്തവരുണ്ടാവും. അവരല്ല വെറുതെ വിടൂല. അതിന് കാരണം അവർ പറയണത് ഇന്ന ടൈമിൽ ഓൺ ദി ടൈമിൽ മാർക്കറ്റിലെത്തണം, GPS ഓണാണ്. മലക്കുകളോ എന്ത് ഓണായാലും വളരെ ഫ്യൂ മിനിറ്റ്സ് അല്ലേ നമുക്ക് വേണ്ടുള്ളൂ നിസ്കരിക്കാൻ. ആകെ ജംഉം കസറായാൽ എത്ര മിനിറ്റാ 2 ഫർള് നിസ്കരിക്കാൻ വേണ്ടത്? ഉദാഹരണത്തിന് ഒരു നിലക്കും അയാൾക്ക് നിസ്കരിക്കാൻ വകുപ്പില്ല. ഡ്രൈവിംഗ് അത്രയും ഫാസ്റ്റ് ആവണം, എന്നാലേ മത്സരിക്കുന്ന മാർക്കറ്റിൽ അയാൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എത്താൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ എത്ര എളുപ്പ വഴിയുണ്ട്. ഉദാഹരണത്തിന് ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു. അസറിന്റെ അവസാന സമയത്ത് അയാൾ നിസ്കരിക്കുകയാണ്. ളുഹറും അസറും എത്ര മണിക്ക്? 6:18. 6:28 ആവുമ്പോഴേക്ക് ളുഹറും അസറും തീർന്നു. അപ്പോഴതാ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നു. ബാങ്ക് കൊടുത്ത ഉടനെ ഇശാ മഗ്രിബിലേക്ക് മുന്തിച്ചെമ്മാക്കുന്നു. 10-15 മിനിറ്റ് കൊണ്ട് 4 നിസ്കാരം പൂർത്തിയാവുന്നു. ഇങ്ങനെ പോലും ആനുകൂല്യം അല്ല കൊടുത്തിട്ടും അയാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ പറയൂലേ പരലോകത്ത് അച്ചങ്ങനെ നരകത്തിലിട്ടേ? നമ്മൾ തന്നെ പറയാൻ സാധ്യതയുണ്ട്. ഇത്രയും സിമ്പിളായിട്ടും. എന്നിട്ടും എത്ര ചെറുപ്പക്കാരുണ്ട് ട്രെയിനിൽ പോകുമ്പോൾ നിസ്കരിക്കാത്തവർ. ഉംറക്ക് പോകുമ്പോ 2 വക്ത് നിസ്കാരത്തിന്റെ സമയം ഫ്ലൈറ്റിലായിട്ടും നിസ്കരിക്കാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ട്. എന്തിനാ ഉംറക്ക് പോണത്? പല മഹാന്മാരെ സിയാറത്തിന് പോകുന്ന ആൾക്കാരുണ്ട്. അവർ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കുന്നില്ല. അവിടെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എടാ മോനെ, 1000കണക്കിന് സുന്നത്ത് ചെയ്താലും ഒരു ഫർളിന്റെ സ്ഥാനത്ത് എത്തൂല എന്നുള്ള ബോധം നിനക്ക് അടിസ്ഥാനപരമായി വേണം. അപ്പൊ ഞാൻ ആമുഖം നീട്ടിക്കൊണ്ടുപോകല്ല. അവിടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കാലത്തും ഒറിജിനൽ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ നമുക്ക് അല്ലാഹു തരുന്ന വീടാണ് സ്വർഗം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരാൾക്ക് എങ്ങനെയാ സ്വർഗം ലഭിക്കുക? സ്വർഗം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇമാം ഇസ്മായിലുൽ ഹഖി അൽ ബറൂസവി അൽ ഹനഫി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നത് കാണാം. ആണുങ്ങന്മാരെ ഒന്ന് എഴുന്നേറ്റ്. ഇതാ നമ്മളെ പ്രശ്നം. 2 കാര്യം പറഞ്ഞ ഒന്നേ ചെയ്യുള്ളൂ. റിസാലക്ക് വരി ചേരും, പൈസ കൊടുക്കൂല. നിങ്ങളോട് ഞാൻ പറഞ്ഞത് എഴുന്നേറ്റ് ഇരിക്കാനാണ്. അതേസമയം വയല് കേട്ടാൽ നന്നാവൂല എന്നൊന്നും എനിക്ക് വാദമില്ല. ഉദാഹരണം നോക്കിയോ, ഒന്നുകൂടി എഴുന്നേറ്റ്. കണ്ട, റിസാലൊക്കെ ചേരുന്നതിന് മുമ്പ് തന്നെ പൈസ കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് നമുക്ക് പ്രീമിയം യൂണിറ്റ് ആക്കാൻ പറ്റും. പുത്തനത്താണ് ഡിവിഷൻ അല്ലേ ഇത്? അല്ലേ? അതെ, ഈ യൂണിറ്റ് നല്ല യൂണിറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരാശയം എന്താന്ന് വെച്ചാല്, നമുക്ക് സ്വർഗം കിട്ടണം. സ്വർഗം ലഭിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ലോകത്ത് ഏത് നേട്ടവും ഏത് വിജയവും ലഭിക്കണമെങ്കിൽ കഷ്ടപ്പാട് ഉണ്ടെങ്കിലേ വിജയം ഉണ്ടാവുള്ളൂ. മഞ്ചദ വജദ, പരിശ്രമിച്ചിട്ട് കിട്ടുന്നതാണ്. റാങ്ക് ഹോൾഡറായ ഒരു കുട്ടിയെ ഇന്റർവ്യൂ നടത്തി
മോൾക്ക് എങ്ങനെയാ ഇത്ര നല്ല മാർക്ക് റാങ്ക് കിട്ടിയതെന്ന് വെച്ചാൽ ആ കുട്ടി പറയോ, ഞാൻ ഡെയിലി നന്നായിട്ട് ഉറങ്ങും, നന്നായിട്ട് ഫുഡ് കഴിക്കും, ഗെയിം എൻ്റെ ജീവനാണ്, ഫോണ് പിന്നെ പറയാനേ ഇല്ല, അങ്ങനെ ആരെങ്കിലും പറയും? ഉറക്കൊഴിഞ്ഞ കഷ്ടപ്പെട്ട അധ്വാനിച്ച മെനക്കെട്ട കഥ പറയാനേ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ പട്ടാളക്കാർ ബൗണ്ടറിയിലേക്ക് വന്ന അതിർത്തിയിലുള്ള രാജ്യത്തെ തുരത്തി ഓടിച്ചിട്ട് ജയിച്ചാൽ അവരോട് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ എങ്ങനെയാ ബിമനിൽ തഹാദിഹിൽ മൻസിലത്തിൽ ആലിയ, നിങ്ങൾ എങ്ങനെയാ ജയിച്ചടക്കിയത്? അത് അടുത്ത രാജ്യത്തിന്റെ പട്ടാളക്കാർ വന്നപ്പോൾ നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങി, അതിന്റെ സൗണ്ട് കേട്ടിട്ട് ഒരു പേടിച്ചോടിച്ചു. അങ്ങനെ ഉണ്ടാവും? ഇല്ല. ജാഗരൂകരായി അധ്വാനിച്ച് ഉറക്കൊഴിഞ്ഞ് പാർത്തിരുന്നപ്പോൾ നമുക്ക് കിട്ടിയതാണ് വിജയം എന്ന് പറയുന്നത്. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ് എന്നൊരു കവിതയിലുണ്ട് തുടക്കത്തിൽ, എമിലി ഡിക്കൻസൺ. എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ളതാണ് വിജയത്തിന്റെ മധുരം എന്ന് പറയുന്നത്. ഉറക്കൊഴിഞ്ഞതിന്റെ കയ്പ് നീരിൽ നിന്നാണ് റാങ്ക് ഹോൾഡർ എന്ന മധുരത്തിലേക്ക് വരിക. കണ്ടോ? ലൈസൻസ് കിട്ടിയോ? കിട്ടി. പാസ്സായോ? പാസ്സായി. എങ്ങനെ? കുറച്ച് ഞാൻ പരിശീലിച്ചിരുന്നു. നീന്തൽ പഠിച്ചു. എങ്ങനെ? ഞാൻ കുറച്ച് അധ്വാനിച്ചിരുന്നു. ഏത് വിജയത്തിന്റെയും പിന്നിൽ ഒരു അധ്വാനത്തിന്റെ കഥ ഉണ്ടാവും. ഇപ്പോഴത്തെ ലിബറൽ ചിന്താഗതിക്കാർ പറയണത് എന്താണെന്നറിയോ? ഇസ്ലാം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ പറയണത്. എടാ മോനെ, കുറച്ച് സ്ട്രിക്റ്റ് ഉണ്ടാവുമ്പോഴല്ലേ വിജയം കിട്ടുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺട്രോളാണ്, പെണ്ണിനെ കൺട്രോൾ ചെയ്യുന്നു, ഇബാദത്തുകൾ കൊണ്ട് എടാ പൊന്നുമോനെ, കൺട്രോൾ ഉണ്ടെങ്കിലല്ലേ വിജയം ഉണ്ടാവുള്ളൂ. നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് രാത്രി 3:30 എണീക്കാൻ വേണ്ടി അലാറം വെക്കൂലേ? യെസ്, വെക്കും. എന്തിന്? കൺട്രോൾ. എന്തിനെ കൺട്രോൾ? ഉറക്കിനെ കൺട്രോൾ. അത് നീയും വെക്കാറില്ലേ? ലിബറൽ അല്ലേ? നീ വെക്കാറില്ലേ? എന്തോ ആടാ ഉറക്കിനൊക്കെ കൺട്രോൾ ചെയ്യല എന്ന് നീ ചിന്തിക്കാത്തത്? എന്നിട്ട് നീ ഇന്നെങ്ങാനും എഴുന്നേറ്റിട്ടില്ല ബയോളജി, നാളെ ഫിസിക്സ് എക്സാം. ആ ഫിസിക്സിന്റെ എക്സാമിന് തലേന്ന് രാത്രി എഴുന്നേൽക്കാൻ കഴിയോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ ഇന്നലത്തെ അലാറത്തിനേക്കാൾ ഡോസ് സൗണ്ട് കൂടിയ ചെവിയിൽ തുളഞ്ഞു കയറുന്ന അലാറം വെക്കൂല നീ? അത് സ്ട്രോങ് കൺട്രോൾ അല്ലേ? കൺട്രോൾ ചെയ്യുന്നില്ല. സ്മൂത്ത് ആയിട്ട് വരി ഹെവി ആയിട്ട് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ, പ്രായമുള്ള ഒരാൾ മുന്നിലൂടെ, ഒരു ചെറിയ കുട്ടി മുന്നിലൂടെ പോകുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ബ്രേക്ക് ചവിട്ടുന്നു. 100-ൽ പോകുന്ന ഫാസ്റ്റിൽ പോകുന്ന ഇന്നോവ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുക എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് ഇഷ്ടം അല്ല. പിന്നെന്താ? ആ കൺട്രോൾ ഇല്ലെങ്കിൽ അവരുടെ ജീവനോ നമ്മുടെ ജീവനോ അപകടത്തിലാകും. ചില കൺട്രോളുകളില്ലെങ്കിൽ നാളെ നരകത്തിലെത്തും. അത് വളരെ മാന്യമായിട്ട് ഇസ്ലാം പറയണു. കൺട്രോളുകൾ നിർബന്ധമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. കുറച്ച് വിഷമങ്ങളൊക്കെ സഹിക്കുമ്പോഴാണ് സ്വർഗം കിട്ടുന്നത്. നിങ്ങൾ നോക്കൂ, തണുത്ത രാത്രി, തണുപ്പുള്ള വെള്ളം, പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദിന് എഴുന്നേറ്റ് അവയവങ്ങൾ നീട്ടിക്കഴുകിയിട്ട് വുളു എടുക്കുമ്പോൾ ആ കഷ്ടപ്പാട് ഭയങ്കര. അതിന് നിനക്ക് സ്വർഗം ഓഫറുണ്ട്. അത് ഉറപ്പല്ലേ? കഷ്ടപ്പെടുന്നവർക്കല്ലേ സ്വർഗം കിട്ടുക. അത് ദുനിയാവിൽ ഏത് വിജയം അങ്ങനെ തന്നെയല്ലേ. ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് പാസ്സാകുന്ന ആളും ഉണ്ടാവും, നല്ല ഹൈ ലെവൽ മാർക്ക് വാങ്ങുന്ന ആളും ഉണ്ടാവും. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി, ആ കുട്ടിക്ക് SSLCക്ക് +2 ഡിഗ്രിക്ക് ജസ്റ്റ് പാസ്സാവണമെന്നേ ഉള്ളൂ. എങ്കിൽ ആ കുട്ടി കല്യാണത്തിനും പോയി, മാളിലും പോയി, നന്നായിട്ട് അടിച്ചു പൊളിച്ച് കുറച്ചൊക്കെ പഠിച്ച്, സുന്നത്തില്ല, ഫർള് മാത്രം, നിർബന്ധമായത് എക്സാമിന് വരുന്നത് മാത്രം പഠിക്കും. എക്സ്ട്രാ പഠനമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ആവണം എന്ന് പറഞ്ഞ സമയമില്ല എന്നുള്ളിടത്തോളം മൂപ്പര് SSLCക്ക് ജസ്റ്റ് പാസ്സാവും. അതേസമയത്ത് ചില കുട്ടികൾ അങ്ങനെയല്ല, കല്യാണത്തിന് പോവില്ല, പരിപാടിക്ക് പോവില്ല, ഒന്നിനും പോവില്ല, ഫുള്ള് പഠനം, എല്ലാ സമയത്തും പഠനം. അത് ഔലിയാക്കളുടെ മോഡലാണ്. അവരെന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളെ ത്യജിച്ചവരാണ്. അവർക്ക് ദുനിയാവിന്റെ ടേസ്റ്റ് തന്നെ വേണ്ട. അവർ PhDക്ക് ഒരുങ്ങിയിട്ടാ, അവർ B.Edന്റെ മാർക്കും ലക്ഷ്യം വെച്ചിട്ടാ മുന്നിട്ടിറങ്ങണത്. അവർക്ക് ജസ്റ്റ് പാസ് പോരാ. അപ്പൊ സ്വർഗം എന്ന് പറയുന്ന ലോകം മുഅ്മിനീങ്ങളെ അങ്ങനെ ഉഡായിപ്പിലൂടെ കിട്ടുന്ന ഒരു ലോകമല്ല, പിന്നെ കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതാണ് സ്വർഗം.
ചെറിയ കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കുറച്ച് ആ കഷ്ടപ്പാടുകളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ജീവിതത്തിന്റെ ഒരു ഹരമായിട്ട് മാറും. അതാണ് വിജയിയുടെ അടയാളമായി ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിലെ ഇഅ്തിസാമിൽ പറയുന്നതാണ്, ഒരാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇബാദത്ത് ഒരു ഹരമായി മാറും, ഹരമായി മാറും. അതാ ഒരു മഹാൻ അള്ളഹാനോട് പറഞ്ഞത്, എന്താ റബ്ബേ, ഖുർആനിൽ വലിയ സൂറത്തൊക്കെ ഇറക്കിക്കൂടെ? ആകെയുള്ളത് അൽ ബഖറ ആല ഇമ്രാനല്ലോ, അതെല്ലാം 2-3-5 മണിക്കൂർ കൊണ്ട് തീരുന്നു. ഒരു വലിയ സൂറത്ത് വേണേനു. ഓർക്ക് ഇബാദത്തിനോടൊരു ഹരമാണ്. അതുകൊണ്ടാണ് അവർ മരണവെപ്രാളത്തിലും ദിക്റിലായി ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. ഖബറിൽ നിസ്കരിക്കാൻ തരണേ എന്ന് ദുആ ചെയ്യുന്നു. ആര്? സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി റളിയല്ലാഹു അൻഹു. എന്താ കാരണം? അവർക്ക് ഇബാദത്ത് ഒരു ടേസ്റ്റാണ്, ഇബാദത്ത് ഒരു ആനന്ദമാണ് അവർക്ക്. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, പുസ്തകം വായിച്ച് 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 ബൈബിൾ ഫൈലാവും, പുസ്തകം പുഴുവാവും. അവർക്ക് വായന എന്ന് പറഞ്ഞ ഒരു ഹര. അതേസമയത്ത് ഓൻ്റെ അതേപോലത്തെ ഒരു സുഹൃത്തുണ്ടാവും, ഓൻ്റെ ഒന്നിച്ച് പഠിക്കുന്നത്. അച്ഛങ്ങ പത്രം പോലും വായിക്കൂല. ഓനക്ക് ഉറക്കം കിട്ടണമെങ്കിൽ ഒരു പുസ്തകം കൊടുത്താൽ മതി. പുസ്തകമാണ് അവൻ്റെ ഉറക്കഗുളിക. ഒരു ഹോസ്പിറ്റലിൽ ഒരേ വാർഡിൽ കിടക്കുന്ന ഒരാൾ ശ്വാസം ഇല്ലാതെ ഇങ്ങനെ സഫോക്കേഷനായിട്ട് മരിക്കുന്നു, മറ്റേയാൾക്ക് ഇഷ്ടംപോലെ ശ്വാസാന്തരീക്ഷത്തിലുണ്ട്. അതേപോലെ ഇന്ന സഅയകും ലശത്താ, നിങ്ങൾ എന്ന് പറഞ്ഞ വ്യത്യസ്തരാണ്. ചിലർ പൈസ ഉണ്ടാക്കുന്നത് കിണറിലേക്ക് ഇറങ്ങിയിട്ട്, ചിലർ പൈസ ഉണ്ടാക്കുന്നത് തെങ്ങുമ്മ കയറിയിട്ട്. അവിടെയാണ് നമ്മൾ എവിടെ എത്തണം എന്ന് ചിന്തിക്കേണ്ടത്. 5 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് സ്വർഗം ലഭിക്കുക. ഒന്നാമതായി ഒരാൾ ചിന്തിക്കേണ്ടത് അതാ ഒന്നാമത്തെ കാര്യം. എന്താ അതിന്റെ അർത്ഥം? ശരീരത്തെ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്തണം. ഈ ഇബാദത്താണ് ഇസ്ലാമിൽ 1-ാം സ്ഥാനമുള്ള ഇബാദത്ത്. ഗീബത്ത് പറയാൻ ചാൻസ് കിട്ടിയിട്ട് പറയാതിരിക്കൽ, ആ സദസ്സിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ പറയുന്നത് ബ്ലോക്ക് ചെയ്യുക, എന്നോടത് പറയണ്ടെന്ന് പറയുക എന്ന് പറയുന്നത് 1000കണക്കിന് ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമാണ് എന്ന് അൽ ഫവായിദുൽ മുഖ്താർ എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും വലിയ ഇബാദത്ത് അവിടെയാണ് കിടക്കുന്നത്. തെറ്റില്ലാത്ത ജീവിതം സൃഷ്ടിക്കൽ. അതാണ് ഈ റജബിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഈ റജബ് മാസത്തിൽ നിന്റെ കറുത്തുപോയ ഏടുകളെ നീ വെളുപ്പിക്കണം, എല്ലാ തെറ്റും മായ്ച്ചു കളയണം. അതാണ് നമ്മളിൽ ഒന്നാമത് ഉണ്ടാവേണ്ടത്. അവിടെ റൂഹുൽ ബയാൻ എടുത്ത് ഉദ്ധരിക്കുന്ന ആയത്ത്, വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. തെറ്റിൽ നിന്ന് നീ ജീവിതത്തെ, ശരീരത്തെ പിടിച്ചു നിർത്തൂ, നിനക്ക് സ്വർഗം മുന്നിൽ ഓഫറായിട്ടുണ്ട്. ഇതാണ് മോമിനീങ്ങളെ ഒന്നാമത് നമ്മൾ നേടിയെടുക്കേണ്ടത്. കുറേ ദിക്ർ, കുറേ സ്വലാത്ത്, അതെല്ലാ മനുഷ്യന്മാർക്കും കഴിയും. പക്ഷെ തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ട് ചെയ്യാതിരിക്കുക, അത് അള്ളാഹിൻ്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നതാണ്. അത് അള്ളാഹിൻ്റെ ഇഷ്ടക്കാർക്കേ കഴിയുള്ളൂ. കുറേ ദിക്ർ അല്ലെങ്കിൽ സാന്ത്വന പ്രവർത്തനം, ദീനീയ കാര്യങ്ങൾ, അത് എല്ലാവർക്കും കഴിയും. തെറ്റിൽ നിന്ന് മാറി നിൽക്കലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുടെ അടയാളം. ബിദായത്തുൽ ഹിദായ എന്ന ഗ്രന്ഥം അത് പറയുന്നു. അവിടെയാണ് നമ്മൾ 1-ാം സ്ഥാനം നേടേണ്ടത്. ഒരു തെറ്റ് ചെയ്യുമ്പോഴുള്ള ദുരന്തങ്ങൾ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയേ. ഒരാൾ ഒരു അന്യ സ്ത്രീയെ, ഒരാൾ ഒരു അന്യ പുരുഷനെ, ഒരാൾ ഗീബത്തിനെ, അങ്ങനെ എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഒന്ന് അയാളുടെ ശുദ്ധിയുള്ള ശരീരം നജസാവുന്നു, മറ്റൊന്ന് അയാൾ നരകത്തിലേക്ക് അടുക്കുന്നു, 3 സ്വർഗത്തിൽ നിന്ന് അകലുന്നു, 4 മലക്കുകളെ വെറുപ്പിക്കുന്നു, 5 അയാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്ത സ്ഥലം അയാൾക്കെതിരെ സാക്ഷി നിൽക്കുന്നു,
6 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിന് വേദന വരുന്നു. ഇങ്ങനെയൊക്കെ ദുരന്തങ്ങളില്ലേ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്ന് ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ബഹ്റുദ്ദുമൂ എന്ന ഗ്രന്ഥം ചോദിക്കുന്നുണ്ട്. ഓരോ തെറ്റേയും ഇങ്ങനെയൊക്കെ പ്രശ്നമില്ലേ? നീ അന്യ പെണ്ണിനെ കാണരുത് എന്ന് മുത്തുനബിയെ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണമെന്ന് ആരാ പറഞ്ഞത്? അള്ളാഹു. അല്ല പറഞ്ഞ നിയമം റസൂല നമ്മളോട് പറഞ്ഞു, നീ അന്യ പെണ്ണിനെ കാണരുത്. ഇനിയിപ്പോൾ ആരാ പറയേണ്ടത്? ഏൽപ്പിച്ചത് അള്ളാഹു, ഏറ്റെടുത്തത് തങ്ങൾ. ഇനി ആര് വന്നിട്ട് നമ്മൾ നന്നാക്കേണ്ടത്? അത് എനിക്ക് നടക്കുന്നില്ല. ശരി, നമ്മൾ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്തണം. കുറെ ഇബാദത്ത് ചെയ്യാൻ സ്ത്രീകൾക്കൊക്കെ കഴിയും. ആത്മീയ മജ്ലിസ്, എല്ലാ മജ്ലിസുകളിലും നമുക്ക് പങ്കെടുക്കാൻ കഴിയും. പക്ഷേ മോളെ, ഗീബത്ത് പറയാതിരിക്കണം, നമീമത്ത് പറയാതിരിക്കണം, ഫിത്നയിൽ പെടാതിരിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ നിങ്ങളോട് ബാബുൽ ഇക്റാഹിൻ്റെ ഒരു മസല പറഞ്ഞല്ലോ. നിർബന്ധിച്ചിട്ട് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ, ആ തെറ്റ് ചെയ്താൽ അത് തെറ്റാവില്ല. ഉദാഹരണത്തിന് പിടിച്ച് കള്ളു കുടിപ്പിച്ചു ക്യാമ്പസ് നങ്ങാനോ, അയാൾ കുറ്റക്കാരനാവോ? ഇല്ല. നിന്നെ ഇപ്പൊ കൊല്ലുന്നിട്ട് നോമ്പുറിച്ചാൽ ഹറാമിന്റെ കുറ്റം ഉണ്ടോ അവിടെ? ഇല്ല. സാധാരണ പകലില് ആരോഗ്യമുള്ള ഒരാൾ റമളാനിൽ നോമ്പുറിക്കാൻ പാടില്ല, അത് വൻദോഷമാണ്, ഹറാമാണ്. അതേസമയം നിർബന്ധിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യിപ്പിച്ചു. ഏതാ തെറ്റ്? ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും റൂമിലിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുന്നു. എന്നാ തെറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. കാരണം അത്രയും വൃത്തികെട്ട തെറ്റാണ്. അതാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗീബത്തു അശദ്ദു മിനൽ സിന, വ്യഭിചാരത്തിനേക്കാൾ വൃത്തികേടാണ് നീ പറയുന്ന ഗീബത്ത്. വ്യഭിചരിച്ച ആള് അള്ളാഹുവിനോട് തോബ ചെയ്താൽ ഒരു പക്ഷെ തോബ കിട്ടുമായിരിക്കും. ഗീബത്ത് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ പോരാ, ആരെയാണോ അയാളെ കണ്ടു പൊരുത്തപ്പെടിക്കണം. ഒരാളെ കണ്ടിട്ട് നമ്മൾ ട്രോളി കളിയാക്കി എങ്കിൽ അയാളെ കണ്ടിട്ട് പൊരുത്തപ്പെടിക്കുന്നതിന് പകരം കാബന്റെ കില്ല പിടിച്ചിട്ട് 60 കൊല്ലം പോയിട്ട് ദ്വാരന്നിട്ട് കാര്യമില്ല. അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. അള്ളാഹു ആയിട്ടുള്ള തെറ്റ് അള്ളാഹു ഒരു വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. മനുഷ്യരോടുള്ള തെറ്റ് അള്ളാഹ് ഒരു അഡ്ജസ്റ്റ്മെന്റും നടത്തൂലെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ തുഹ്ഫത്തുൽ മുഹ്താജ് 8ാം വാള്യത്തിൽ കാണാം. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഏരിയ. ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യൽ മാത്രമല്ല, തെറ്റ് ചെയ്തതിനെ ബാക്കിയുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കും, പരസ്യാക്കും. നമ്മൾ മുഖേന ഒരു തെറ്റ് പഠിച്ചാലുള്ള ദുരന്തം എന്താ? ലോകത്ത് ഏത് കുടുംബ കലഹത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ കൊലപാതകം നടന്നാൽ അതിൻ്റെ എല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആർക്കുണ്ട്? ലോകത്ത് ആദ്യമായി കൊലപാതകം നടത്തിയ ഖാബീലിനുണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റെങ്ങാനും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്താൽ കിടു എന്ന് പറഞ്ഞ കിടു, അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. ഞാൻ ലിങ്ക് വിട്ടുതരാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എടാ മോനെ, നീ തൗബ ചെയ്താൽ തന്നെ ആ ചെറുക്കൻ അവനെത്ര കാലം ആ തെറ്റ് ചെയ്യും, എന്തെല്ലാം തെറ്റ് ചെയ്യും. ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങൾ നീ തെറ്റിലൂടെ വഴി നടത്തുകയും ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ അതിൻ്റെ ദുരന്തം എത്രമാത്രം വലുതാണ്. അതിനേക്കാൾ പ്രശ്നമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റ് ചെയ്യുക എന്നിട്ടത് പരസ്യമാക്കുക, കോളേജിലെ കൂത്താട്ടത്തിന് കൂട്ടുവെക്കുക, അന്യ പെണ്ണും അന്യ പുരുഷനും ഒന്നിച്ച് വൃത്തികേടുകൾ ചെയ്യുക, ഫോട്ടോ എടുക്കുക. ഹറാമാണത്. അത് സ്റ്റാറ്റസ് വെക്കൽ, അത് ഹറാമല്ല, ധിക്കാരം. എൻ്റെ ഭാഷയല്ല, ഇബ്നു ബത്വാൽ തങ്ങൾ ശറഹുൽ ബുഖാരിയിൽ എഴുതി വെക്കുന്നു.